നമസ്കാരം. സിന്ധു ബൈജു എന്നയാളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം സിന്ധുവിൻ്റെ പേരിനൊപ്പമുള്ള ബൈജു എന്ന അച്ഛൻ്റെ പേര് മാറ്റി ഭർത്താവിൻ്റെ പേരായ രാജു എന്ന് ചേർത്ത് സിന്ധു രാജു എന്ന പേര് ആക്കാൻ ആഗ്രഹം. ആധാറിലും ഇലക്ഷൻ ID കാർഡിലും റേഷൻ കാർഡിലുമൊക്കെ ഭർത്താവിൻ്റെ പേര് ചേർത്തു. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? ഇന്ന് നമുക്ക് അതേപ്പറ്റി ചർച്ച ചെയ്യാം. പേരിനൊപ്പം ഭർത്താവിൻ്റെ പേര് ചേർത്തേ മതിയാകൂ എങ്കിൽ അങ്ങനെ ചേർക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ഈ രേഖകൾ ഹാജരാക്കുമ്പോൾ സേവനം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടാൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും ഒരു 1 and same സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുത്താൽ മതി. ഭാവിയിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ പാസ്പോർട്ട് എടുക്കുന്നത് പോലെയുള്ള സേവനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. ഇങ്ങനെ പേര് മാറ്റുന്നതിന് നിയമസാധുത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. നിയമസാധുത വേണമെങ്കിൽ അതിൻ്റെ നടപടിക്രമം പറയാം. പേര് മാറ്റുന്നതിനായി SSLC ബുക്കിലെ പേരും മറ്റു വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗവും സർക്കാർ അംഗീകൃത വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ പകർപ്പും ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 1200 രൂപയാണ് ഫീസ്. വിജ്ഞാപനത്തിൻ്റെ മാതൃക കേരള ഗസറ്റിൻ്റെ പാർട്ട് 4 കൊടുത്തിട്ടുണ്ട്. എന്നാൽ 25/9/2009 സർക്കാർ ഉത്തരവ് പ്രകാരം ഇടയ്ക്കിടെ ഉള്ള പേര് മാറ്റം അനുവദിക്കുന്നതല്ല. ഒരു ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത അറിവുമായി ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.